അത് കൈകൊണ്ടല്ലേ ചെയ്യണേ അല്ലേ? കൈ കൊണ്ട് തന്നെ ചെയ്യുന്നേ. തെന്നിപ്പോവും. എന്നാലും കൃതാവ് കയറി പോയതിന് കുത്തേണ്ടതിന്റെ കാര്യമൊന്നുമില്ല. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ചേട്ടാ. എന്റെ മുടി വെട്ടി കൊളാക്കുമ്പോ എനിക്ക് എടുത്തിട്ട് കുത്താൻ തോന്നാറുണ്ട്. അതെ, നമുക്ക് ധൈര്യം ഇല്ലാത്തോണ്ട് നമ്മൾ കുത്തിയില്ല, അവന് ധൈര്യം ഉള്ളതുകൊണ്ട് അവൻ കുത്തി. അത്രേ ഉള്ളൂ. എന്നാലും അതല്ലല്ലോ ഒരു മര്യാദ. പറഞ്ഞെടുക്കാനുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. കുത്തണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. കുത്തണ്ടേ? അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അല്ല അതിനും കൂടെ ഏതെങ്കിലും ഒന്ന് പറ. സീനായി. നീ ഇപ്പോഴാണ് അറിഞ്ഞേ? അവള് അവന്റെ അടുത്ത് പോയി ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞോണ്ടാണ് അവള് നിൽക്കണേ. ഓ അതല്ല ചേട്ടാ, ഇത് അതിലും വലിയ സീനായിന്ന്. അതെന്ത് സീനാ? എന്റെ അളിയ 48 മണിക്കൂറിനകത്ത് ചേച്ചി ആ മക്കളോട്ട് വീട്ടിൽ പോയി മാപ്പ് പറയണോന്ന്, ഇല്ലെങ്കിൽ അവൻ പിച്ചാത്തി എടുത്തോണ്ട് ഇങ്ങോട്ട് വരുമെന്ന്. എന്നാര് പറഞ്ഞു? എന്റെ കൂട്ടുകാരൻ മറ്റേ BC ശിവു വിളിച്ചോ പറഞ്ഞു. അവൻ ജംഗ്ഷനിൽ പോയി കംപ്ലീറ്റ് പ്രശ്നമാക്കി ഏതൊക്കെ മാമച്ചേരെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന്. ചേട്ടാ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, നാത്തനോട് ചെന്ന് ഒന്ന് സംസാരിക്കേ. മാപ്പ് പറയാനാ? പിന്നല്ലാതെ ഇതെങ്ങനെ തീർക്കുമെന്ന് പറ. ഒന്ന് പോടി കളി. ചേട്ടത്തിരുന്ന് പോക്കത്തിനെ കാണിച്ചതും പോലെ അങ്ങോട്ട് നിന്ന് മാപ്പ് പറയാനോ? ഇത് എവിടെ തരവടാ? എടാ പിന്നെ നീ ചെന്ന് ഇടിച്ചോട് ഒറ്റയ്ക്ക്. നീ ഒറ്റയ്ക്ക് പോയി ഇടി. ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് മേടിക്കുന്നത്? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ലല്ലേ. അളിയാ മക്കളെ കൂട്ടി പറഞ്ഞെന്ന് പറഞ്ഞാലേ മറ്റേ ഉണ്ടല്ലേ ഞാൻ സജി അറിയാതെ തട്ടിയെന്നാണ് പറയണത്. ഓ ചേട്ടാ, അവന്മാരങ്ങനെയല്ലേ പറയത്തുള്ളൂ. ചേട്ടാ വരുന്ന നമുക്ക് അവന്മാരെ എടുത്തിട്ടിരിക്കുക. കുറെ നേരം കൊണ്ട് ഞാൻ ശപിച്ചോണ്ടിരിക്കുക. അങ്ങോട്ടേന്ന് മാപ്പ് പറയണോ എന്താക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? പിന്നെ മാപ്പ് പറയാൻ പോകുമ്പോ വെറും കയറ്റി ചെന്ന് കയറി കൊടുത്തത് അങ്ങനെ പിച്ചാത്തി പള്ളയെ കയറ്റി തരും. എന്തോന്ന് പാടടേ ഇത്? ഇത് തന്നെയാട്ടാ ഞാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് എടുത്തിട്ടിരിക്കാന്ന്. നിങ്ങൾക്ക് പറ്റത്തില്ലേ പറ, ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചോളാം. ഒന്ന് മിണ്ടായിരിക്കോ സുമേ? നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറയാം. പിന്നെ നീ ഒറ്റയ്ക്ക് പോയി ഇടിക്കണം അങ്ങോട്ട്. ഞാൻ പോയാൽ നിങ്ങൾ പറഞ്ഞു. ചേട്ടാ ചേട്ടൻ നൈസായിട്ട് പോയി നാത്തൂനോട് ഒന്ന് സംസാരിക്കും പ്ലീസ്. ഞാൻ അവന്റെ സൈഡൊന്നല്ല അവള് പറയുള്ളൂ. ഇതെന്തോ അവസ്ഥ? അളിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചെയ്യാൻ, അല്ല വേറെ വഴിയില്ല അളിയ. അതല്ലേ എന്നെ ദൈവം രക്ഷിക്കട്ടെ. അതെ, ഈ മാപ്പ് പറയാൻ പോകുമ്പോ എന്താ കഴിക്കാൻ കൊണ്ടുപോണ്ടേ? പൊറോട്ടയും ബീഫും വാങ്ങിച്ചോളൂ. പിന്നെ ബീഫ് വാങ്ങിക്കാൻ കുറച്ച് എക്സ്ട്രാ വാങ്ങിച്ചോ. നാട്ടിൽ കിടക്കുന്ന കുറച്ച് പോച്ചയും കൂടെ വാരി അങ്ങനെ വായിക്കൊണ്ടിട്ടു. എടാ എനിക്ക് തന്നെ അല്ല അവനെ കൊണ്ട് കൊടുക്കാൻ. അവനെ കൊണ്ട് കൊട എന്നാ കുറച്ച് പോച്ചയും കുറച്ച് അവലേസും ഉണ്ടേയും. ഞാൻ എനിക്ക് തുള്ളണ്ടേ പിന്നെ പോയില്ലേ അളിയാ? പോയില്ലേ അളിയാ? ഇടിച്ചിട്ട് അല്ല ബീഫ് ആര് വാങ്ങിക്കാൻ പോണേ? ബീഫ് പോണ വഴിക്ക് നമുക്ക് വാങ്ങിക്കാം. രക്ഷപ്പെട്ട് ചേട്ടാ പറഞ്ഞു ശരിയാക്കും. രക്ഷപ്പെട്ടില്ല പൊറോട്ടയും വാങ്ങിക്കൂലേ? ഞാൻ അവിടുത്തെ പോയി സംസാരിക്കട്ടെ ആദ്യം. മോളെ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നീ ആ ഒരസൽ കേസ് അങ്ങ് വിട്ടുകളഞ്ഞ് ക്ഷമിച്ച കാര്യം നല്ല തീരുമാനമുണ്ട്, നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരടുത്തൊന്നും നമുക്ക് ഇടപെടാൻ പറ്റൂലെന്നേ. അവരോട് ദൈവം ചോദിച്ചോളൂ. ദൈവം ചോദിച്ചോളൂ. അച്ഛാ, ഈ ശത്രുരാജ്യത്തിന്റെ മുകളിൽ കൂടെയൊക്കെ യുദ്ധവിമാനം പറത്തി ബോംബൊക്കെ ഇട്ടാണെന്ന ആളിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ ധൈര്യം പ്രതീക്ഷിച്ചു. അല്ല അത് പിന്നെ മോളെ ഈ മിസൈലും ബോംബ് പോലെയൊന്നും അല്ല പിച്ചാത്തി എന്നൊക്കെ പറയുന്നത്. അത് പിടിച്ചെടുത്താൻ വലിയ പാടാ, ഭയങ്കര റിസ്ക്കാ. അയ്യോ നിനക്കത് അറിഞ്ഞൂടാത്തോണ്ടാ. ഞാൻ അല്ലെങ്കിൽ ചാടി കൂടെ അവൻ്റെ ആപ്പീസ് പൂട്ടൂലായിരുന്നാ? ആടി നീ അല്ലെ ഉത്തമനോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ കമ്മ വെട്ടിക്കൊണ്ട് അടിക്കാൻ പോയതല്ലേ. പിന്നെ അവൻ വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാനങ്ങ് ഒതുങ്ങി. വിശ്വസിച്ചു. ഇവളടങ്ങി നമ്മൾ രക്ഷപ്പെട്ടു. ഓ നമുക്ക് കുത്തുകൊള്ളട്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും. നല്ല സ്നേഹമുള്ളാടാ മരുമോള്. കറക്റ്റ്. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്തത്? ചെറിയൊരു വിഷയമുണ്ട്. എന്ത് വിഷയം? പിന്നെ ഈ രണ്ടറ്റം പൊട്ടിപ്പോയ സ്ഥിതിക്ക് നമുക്ക് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. എന്ത് പറഞ്ഞു അവസാനിപ്പിക്കാൻ? അല്ല നിനക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക്. എനിക്ക് പ്രശ്നമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വലിയ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം വേണ്ടെന്ന് വെച്ചെന്നാ. അല്ല എന്തായാലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട് മക്കളെ കൂട്ടിട്ട് വീട് വരെ ഒന്ന് പോണം. വീട്ടിൽ പോനോ? ഓ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞല്ല മാവ് എന്ന് പറഞ്ഞ. നീ എന്തോ ഈ പറയുന്നത്? ഞാന് അവിടെ പോയി ഒരു മാപ്പ് പറയണം. എവളവിടെ പോയി മാപ്പ് പറയണം? എന്തിനടേ? 48 മണിക്കൂറിനകത്ത് അവൾ അവിടെ പോയി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അവൻ കത്തിയായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. ആ വരട്ടെ, എന്നെ കൊന്നാലും ഞാൻ മാപ്പ് പറയത്തില്ല. അത് വലിയ അത് അവിടെ പോയിട്ട് അവനടുത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ആർക്കും മനസ്സിലാവാത്ത പോലെ പറഞ്ഞാൽ മതി. ആരും കേൾക്കുമില്ല, നാണക്കേടുമില്ല. ഇനി മേലാൽ ഈ കാര്യവും പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് എങ്ങാനും വന്നോണ്ടല്ലോ. ഇപ്പൊ എന്തോ ചെയ്യും? എന്തോന്ന് ചോദിച്ചാ നമ്മുടെ കുടുംബത്തിൽ അടിതടവ് പഠിച്ച ആരുമില്ല വെച്ചാ. ഒരാളുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി.